പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് ചായ എടുത്തിട്ട് റൂമിലേക്ക് ചെല്ലാണ്. ചുണ്ടൊക്കെ പുള്ളി ആകെ വേദനയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മരുന്നെന്തെങ്കിലും പുരട്ടാൻ വേണ്ടി കബോർഡിനകത്തൊക്കെ നോക്കുന്ന സമയത്താണ് ഒരു പെട്ടി കാണുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ കുറേ തുണ്ട് പേപ്പറുകളാണ്. അതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നയൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അവളെല്ലാം നീറ്റായിട്ട് വെക്കേണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് വായിച്ചു നോക്കുകയാണ്. എടി പാപി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അത് വായിക്കുന്നത്. അപ്പോഴാണ് നയന റൂമിലേക്ക് കയറി വരുന്നത്. ആദർശ് ഇത് വായിക്കുന്നത് കണ്ടിട്ട് അയ്യോ അത് തുറക്കരുത്, അത് വായിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ആ പെട്ടി എടുത്തിട്ട് നയനയ്ക്ക് എത്താടുത്ത മുകളിലേക്ക് അങ്ങ് വെക്കുകയും ഒരു ഷോൾ എടുത്തിട്ട് നയനയുടെ കൈയൊക്കെ കെട്ടി ഒരു ഭാഗത്ത് ഇരുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോരോ പേപ്പറുകളായിട്ട് വായിക്കാൻ തുടങ്ങുകയാണ്. വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആദർശ് പറയുന്നുണ്ട്, നയനെ നിന്റെ മറ്റൊരു മുഖം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതിയത്, പക്ഷെ അന്യൻ എന്ന് പറയുന്ന മറ്റൊരു മുഖം നിന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറയുമ്പോൾ നോക്കാതെ ചേട്ടാ വേണ്ട എന്നൊക്കെ പറയുകയാണേ. നീ എങ്ങനെ വേണ്ടെന്ന് പറയാ? ഞാൻ വേണ്ട എന്ന് പറയണം? നിനക്ക് എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? തുടർന്ന് ആദർശ് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാണ് കേട്ടോ. എന്നോട് കള്ളം പറഞ്ഞിട്ട് ശ്വേതയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയത് കുറച്ച് ഓവറായി പോയി. ഇത് വായിച്ചു കേൾക്കുമ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആദർശേട്ടാ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ നയന. തുടർന്ന് അടുത്തത് വായിക്കുന്നത്, ബാദുഷ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ, അതും ശ്വേതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം കണ്ടോ? ഇന്ന് ബാദുഷ കിട്ടാതെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. എടി പാവി, നീ എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നത്? തുടർന്ന് ആദർശ് ഓരോരോ പേപ്പറായിട്ട് നയന എഴുതി വെച്ച് വായിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ ആദർശ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നയന വല്ലാതെ പെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. കൈ കെട്ടി വെച്ചതുകൊണ്ട് അതൊന്നും തട്ടിപ്പറിച്ചെടുക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ്. എല്ലാം വായിച്ചു കഴിഞ്ഞ ശേഷം നയനയുടെ കെട്ടഴിച്ച് വിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ആ പെട്ടിക്കകത്ത് എല്ലാം എടുത്ത് തിരികെ വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് മനസ്സിനുള്ളിൽ ഇത്രയും എന്നെക്കുറിച്ച് പൊസസീവ് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ പുറത്ത് നടിക്കുകയാണല്ലേ. ഞാനൊന്നും നടിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശ് നടിക്കാതെ പിന്നെ നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നോക്കിക്കോ, നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കാനൊന്നും പോകുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെന്തിനാ നിനക്ക് ഇത്രയും പൊസസീവ്നെസ്? അപ്പം നിങ്ങൾക്ക് എൻ്റെ മേലെ പൊസസീവ്നെസ് ഒന്നും ഇല്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചാൻസേ ഇല്ല എന്ന് പറയുകയാണേ. എനിക്കെന്തിനാ നിന്റെ മേലെ പൊസസീവ്നെസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേലെ പൊസസീവ്നെസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളായിട്ട് സമ്മതിച്ചാൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനൊരു ചാൻസേ ഇല്ല. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ മുമ്പ് നടന്നു കഴിഞ്ഞാൽ പോലും ഞാൻ അത്ര സില്ലിയായിട്ട് ഹാൻഡിൽ ചെയ്യില്ല, നന്നായിട്ട് പ്രതികരിക്കും. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞതാണ്, നിന്നെ ഒരിക്കലും ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല. അത് നമുക്ക് കാണാം. ഉറപ്പായിട്ടും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ തോക്കാൻ തന്നെയാണ് പോകുന്നത്. ചാൻസേ ഇല്ല, ഞാൻ ഒരിക്കലും തോക്കില്ല. തോക്കാൻ പോകുന്നത് നയനയാണ്. എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചത്, എന്നെ എന്തിനാ വെല്ലുവിളിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് നീ അധികം വൈകാതെ പശ്ചാത്തപിക്കും. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആദർശ് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണേ. അത് കഴിഞ്ഞിട്ട് നയന പുറത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണേ. അപ്പോഴാണ് നമ്പി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നയനെ, ഈയിടെയായിട്ട് ഭയങ്കര ആലോചനയാണല്ലോ, ഓഫീസിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ആലോചന കുറച്ച് കൂടുതലാണല്ലോ, ഒന്ന് പോ ചേച്ചി എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചിന്തിക്കാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദർശേട്ടൻ എന്ത് സംസാരിച്ച് പോയതെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയോ? എന്താന്നുള്ള കാര്യം നവ്യ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മേലെ പൊസസീവ്നെസ് ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല, നിന്നെ ഒരിക്കലും ഭാര്യയായിട്ട് ഞാൻ കാണില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ നവ്യ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ചേച്ചി എന്താ ചിരിക്കുന്നത്? ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം നവ്യ പറയുന്നുണ്ട്. ചേച്ചി എന്ത് കൂളായിട്ടാണ് നോക്കിക്കോളാം എന്ന് പറയുന്നത്? ചുമ്മാ പറയുന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചുമ്മാ പറഞ്ഞതല്ല. എന്തായാലും ആദർശേട്ടൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവനെ ഫീൽ ചെയ്ത് വെക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്തോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. എന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തും നേടാൻ വേണ്ടി പറ്റും. ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്? നാളെ മുതൽ ആദർശ് എന്തോരം കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം നീ വെയിറ്റ് ചെയ്ത് കണ്ടോ. ചേച്ചി എന്താ ചെയ്യാൻ വേണ്ടി പോകും?
ചേച്ചി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറ ചേച്ചി എന്നുള്ള കാര്യം പറയുമ്പോൾ സർപ്രൈസ് സസ്പെൻസ് നാളെ നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. നീ പേടിക്കണ്ട, ആദർശ് നിന്റെ മുമ്പിൽ സറണ്ടർ ആവാൻ വേണ്ടി പോവാണ്. ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി അത് മാത്രം നടന്നാൽ മതി, നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി പറയുന്നത് എന്തും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണേ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആദർശിലെ നമുക്കൊരു കൈ നോക്കാം. തുടർന്ന് ഓഫീസിലാണെങ്കിൽ എല്ലാ ജോലിക്കാരും പോയിട്ടോ. അനി പവിത്രയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ പോയില്ലേ എന്നുള്ള കാര്യം. ഇല്ല സർ, ആദിത്യ സർ എന്തൊക്കെയോ ഇരുന്ന് എഴുതുന്നുണ്ട്, അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണേ. ഏട്ടൻ എന്താ കവിത എഴുതാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ സർ പോവരുത്, ആരും എലോ ചെയ്യരുതെന്ന കാര്യം പ്രത്യേകമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് സാർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്തായിരിക്കും എഴുതുന്നതെന്നുള്ള കാര്യമാണ് അനി ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആദർശ് ഇരുന്ന് ഇങ്ങനെ കുറേ പേപ്പറൊക്കെ ചുരുട്ടി അവിടെ ഇട്ടതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ എഴുതുന്ന ചുരുട്ടി കളയുന്നു. അങ്ങനെ സാർ ഇത് എപ്പോഴാണ് കഴിയുമെന്ന് അറിയില്ല, ഇന്ന് വൈകുന്നേരം ആവോ രാത്രിയാവോ ഇനിയിപ്പോൾ നാളെ രാവിലെ ആവോ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ആദർശേട്ടൻ പുറത്തോട്ട് വരട്ടെ, ഞാൻ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പവിത്ര അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആദർശിനെയാണ് കേട്ടോ കാണിക്കുന്നത്. നയനയ്ക്ക് കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നാൽ എനിക്കൊട്ടും കുറവല്ലല്ലോ, അവളെക്കാൾ കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത്. തുടർന്ന് വീണ്ടും ആദർശ് പേപ്പർ എടുക്കുന്നു, ചുരുട്ടി കളയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആദർശ് തന്നെ പറയുന്നുണ്ട്, ഒരു കാരണം പോലും എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, ഇത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് കളിയാക്കും. ഇനി എത്ര നേരമായാലും കുഴപ്പമില്ല, എന്തായാലും അവളുടെ അടുത്ത് പറഞ്ഞതുപോലെ 1000 കാരണങ്ങൾ ഞാൻ എഴുതാതെ ഈ ഓഫീസ് വിട്ട് പോവില്ല. അത് കഴിഞ്ഞ് എഴുതുന്നത്, നിനക്ക് മുൻകോപം കൂടുതലാണെന്നാണ് കേട്ടോ, നയനയുടെ കാര്യമാണ്. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം അവൾ അത്ര പെട്ടെന്ന് ദേഷ്യപ്പെടില്ല. അത് കഴിഞ്ഞ് ആ പേപ്പറും ചുരുട്ടി കളയാണ്. തുടർന്ന് വീണ്ടും എഴുതുന്നത്, കല്യാണത്തിന് മുമ്പ് നീ ഒരുപാട് എൻ്റെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ടെന്ന് എഴുതുന്നത്. പിന്നെ ആദർശനെ ആലോചിക്കുന്നുണ്ട്, എനിക്കൊരു കാരണം പോലും എഴുതാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, എന്നെ കൊണ്ടൊരു കാരണം പോലും എഴുതാൻ പറ്റുന്നില്ലല്ലോ, ആവശ്യമില്ലാതെ അവളുടെ ഓരോരോ വെല്ലുവിളിക്ക് ഏറ്റെടുത്തു, ഇതിൽ തോക്കാൻ വേണ്ടി പോവാണല്ലോ ആദർശ്. നീ എങ്ങനെയെങ്കിലും കാരണങ്ങൾ എഴുതി കൊടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. അങ്ങനെ ആദർശ് അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാണിക്കുന്നത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ജയനും അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ ഹോളിൽ. ആ സമയത്ത് ചായ കുടിച്ചുകൊണ്ട് നവ്യ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണേ. നയന അത് കണ്ടുകൊണ്ട് വരുമ്പോൾ നവ്യക്കരികിലേക്ക് വേഗം ചെന്നിട്ട്, ചേച്ചി എന്താ ഇത്ര പെട്ടെന്ന് എണീറ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഒരു കാരണമില്ലാതെ ഞാൻ എണീക്കില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ, ഇനി നീ കണ്ടോ, കുറച്ച് സമയത്തിനുള്ളിൽ ഈ വീട്ടിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അതിൻ്റെ ചെറിയൊരു അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആദർശിന് എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നീ കണ്ടോ എന്നുള്ള കാര്യം പറയാണേ. ചേച്ചി വെറുതെ ഓരോരോ ഇടാകൂടങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ, എന്ത് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യുക എന്നുള്ള കാര്യം പറയാണേ. നിന്റെ അടുത്ത് ഞാൻ പറയാതിരിക്കുമോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്തോ കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നയന, എൻ്റെ അടുത്ത് പറയാതെ ചേച്ചി ഇത്രയും വലിയ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തോ, നീ ഒന്നും ചെയ്യണ്ട, സമാധാനമായിട്ടിരിക്കെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എല്ലാവരും അപ്പോഴേക്കും എത്തുന്നുണ്ട് കേട്ടോ. ഹോളിൽ എല്ലാവരും എത്തിയതിനു ശേഷം ഒരു കൊറിയറുകാരൻ വരുന്നുണ്ട്. ഇതല്ലേ മൂർത്തി സാറിന്റെ വീട്? സാറാണോ മൂർത്തി സാർ? അതേ എന്ന് പറയുമ്പോൾ ബൊക്കെ കൊടുത്തിട്ട് ആശംസകൾ അറിയിക്കുന്നുണ്ട്. എന്തിനാ ആശംസകളൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇതുപോലെ ബൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ആശംസിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്, ഇതിന്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല സാർ, ഇതും കൂടി ഉണ്ടെന്ന് പറഞ്ഞ ലെറ്റർ കൂടി കൊടുത്തിട്ട് ആ കൊറിയറുകാരൻ അവിടുന്ന് പോവുകയാണേ. മുത്തശ്ശി ഇതിപ്പോൾ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എന്താണെന്ന് നോക്കിയാലല്ലേ അറിയുള്ളൂ, പെട്ടെന്ന് തന്നെ അത് വായിക്കുന്നു പറയുമ്പോൾ ആ നോക്കാടാ എന്ന് പറയണേ. എന്നിട്ട് ആ ലെറ്റർ വായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വയസ്സായാലും നിങ്ങളും മുത്തശ്ശിക്കും ഇടയിലുള്ള ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല. ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞ അനിക്കും അനാമികയ്ക്കും പോലും നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ 50ാം വിവാഹ വാർഷികത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, അതിന് നിങ്ങൾ തയ്യാറെടുക്കുന്നൊക്കെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ആരുടെ പണിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജയനും ചെന്നിട്ട് ആ ലെറ്റർ വായിക്കുന്നുണ്ട്. ഇതിന്റെ ബൊക്കെയൊക്കെ മേടിച്ച് നോക്കുന്നുണ്ട്, അതിനകത്ത് വല്ലതും എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ അതിനകത്തൊന്നുമില്ല. അപ്പോഴേക്കും അടുത്ത ആള് കൊറിയർ ആയിട്ട് വരികയാണ്. അടുത്ത കൊറിയർ വന്നിരിക്കുന്നത് നമ്മുടെ ദേവയാനിക്കാണ്. അത് മേടിച്ചിട്ട് ദേവയാനി വായിച്ചു നോക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ലെറ്റർ ഉണ്ട്. ഈ വീട്ടിലെ ദേവത നിങ്ങളാണ്, നിങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് തന്നെ ദേവയാനി എന്നാണല്ലോ. ഒരർത്ഥത്തിലും അത് ശരി തന്നെയാണ്. നിങ്ങള് ജയന് മാത്രമല്ല ഈ ലോകത്തെ എല്ലാവർക്കും ദേവതയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കൊറിയർ വരുന്നത് നവ്യക്കാണ് കേട്ടോ. ചേച്ചി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നുള്ള കാര്യം വായിക്കാൻ പറയാണ് നയന. ഈ ലോകം കണ്ട പുതുമ പെണ്ണ്, എന്നാ നീ ലോകം കീഴടക്കുന്ന നായികയാണെന്നൊക്കെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് നയനൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഏതോ ഒരുത്തനെ എന്തോ മണ്ടത്തരം എഴുതി അയച്ചെന്ന് വിചാരിച്ചിട്ട് എന്തിനാ എല്ലാവരും ഇത്രയും സന്തോഷിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്താ ആദർശേട്ടാ പറ്റിയത്? കണ്ടോ എല്ലാവരുടെയും മുഖം എന്ത് ഹാപ്പി ആയിട്ടുള്ളതെന്ന്. നോക്ക്, മുത്തശ്ശനും മുത്തശ്ശിയും വരെ എന്തോരം സന്തോഷമായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നോക്കുമ്പോൾ സന്തോഷത്തിലാണ് കേട്ടോ രണ്ടുപേരും. നിങ്ങളുടെ അമ്മ എന്ത് സന്തോഷത്തിലാന്നുള്ള കാര്യം കണ്ടില്ലേ? ഇതൊന്നും കാണാതെ വെറുതെ കിറുക്ക് എന്ന് പറയുന്നത് എന്തിനാ? ഇവരൊന്നും സന്തോഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരൊക്കെ സന്തോഷിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നിന്റെ അടുത്ത് നിനക്കെന്തോ എല്ലാം അറിയുന്നത് പോലെ ഇത്രയും ഫീൽ ചെയ്യേണ്ട കാര്യം എന്താ? എനിക്കറിയാം, പക്ഷെ പറയില്ല, വരുന്നിടച്ച് കാണാം. ഇത്രയും ലോജിക്കായിട്ടൊക്കെ സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിന്റെ കുടുംബത്തിൽ ആരാ ഉള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്താ നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ അങ്ങനത്തെ ആൾക്കാരുള്ളൂ എന്നുള്ള കാര്യമാണോ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, ഇല്ലെങ്കിൽ വാനത്തുനിന്ന് കുതിച്ചിട്ട് വരും. അങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത്. ആരോ വരുന്നുണ്ടല്ലോ, അനി ചെന്ന് നോക്കട ആരാ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അനി പോയി നോക്കുകയാണേ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുടനെ തന്നെ നയന പറയുന്നുണ്ട്, ചേച്ചി ഇത് കൃഷിയാണെന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലാണ് കേട്ടോ രണ്ടുപേരും കൂടി. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ വരവ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ ബൊക്കെ പരിപാടിയൊക്കെ നിന്റേതാണല്ലേ എന്നുള്ള കാര്യം, നിന്റെ പണിയാണല്ലേ എന്നുള്ള കാര്യം നയന ചോദിക്കുന്ന സമയത്ത്, അതെ, നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു വീറ്റൊക്കെ കൊടുക്കണ്ടേ, ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫ്ലവർ വേസ് പോലത്തെ ഒരു ബൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ നയനയുടെ കയ്യിൽ. എന്നിട്ട് ദിസ് ഇസ് ഫോർ യു എന്നൊക്കെ പറയുന്നുണ്ട്. കാണുമ്പോൾ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടുള്ള രീതിയിലൊക്കെ കാണിക്കുകയാണേ. നീ ആള് കൊള്ളാലോടാ, മറ്റുള്ളവർക്കൊക്കെ ബൊക്കെ കൊറിയറിൽ അയച്ചിട്ട് നയനയ്ക്ക് മാത്രം സ്പെഷ്യലായിട്ട് നീ ബൊക്കെ കൊടുക്കുന്നു അല്ലേ? എപ്പോഴും നിനക്ക് അവളാണല്ലേ സ്പെഷ്യല്? നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നയന എപ്പോഴും എനിക്ക് ഏഞ്ചലാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ആദർശിന് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നവ്യ ഇത് ആരാണെന്നുള്ള കാര്യം. ഇത് ഞങ്ങളുടെ കസിനാണ്. അവൻ കുറെ നാളായിട്ട് US-ലായിരുന്നു, ഇപ്പോഴാണ് വന്നത്. കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സങ്കടം പറയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വന്നതാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത്, നല്ല ജോക്കറിനെ പോലെ ഉണ്ടല്ലോ, എന്നിട്ട് എല്ലാവരും ചിരിപ്പിക്കുന്നത് കണ്ടില്ലേ? അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ നയന കൃഷ്ണനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കസിനാണെന്ന് US-ൽ നിന്ന് വന്നാണെന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും മോനെ നിന്റെ വരവ് കൊണ്ട് ഈ വീട്ടിൽ മൊത്തത്തിലൊരു ഉണർവ് പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല നയനമോളെ എന്തിനാ അവനെ ഇവിടെ നിർത്തി സംസാരിക്കുന്നത്? ഉള്ളിലേക്ക് കൂട്ടിയിട്ട് വാ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വാ കൃഷി എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. അങ്ങനെ ഉള്ളിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, അവൻ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് കേട്ടോ, US-ലെ ഫേമസ് ആളാണെന്നൊക്കെ പറയാണ്. അതെ, US-ലെ വലിയ ആളാണെന്നൊക്കെ നയനയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി, ഇതാണ് എൻ്റെ ഭർത്താവ് ആദർശ് എന്നുള്ള കാര്യം പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹലോ ബ്രോ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തതിന് ശേഷം, നിങ്ങൾക്ക് നയന മാച്ച് അല്ലെങ്കിലും നയനയ്ക്ക് കുറച്ചൊക്കെ നിങ്ങൾ മാച്ച് ആണെന്ന് പറയണേ. ഇത് കേൾക്കുന്ന സമയത്ത് നയനയും അതുപോലെ നവ്യയും കൂടി ചിരിച്ചു നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്.